ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചില അമ്മമാർ പറയുന്നത് കേൾക്കാറുണ്ട്, ഓവർ ഫീഡ് ആവുന്നുണ്ടോ മാഡം, അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, കുഞ്ഞിന് അതൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് കാര്യം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓവർ ഫീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഓവറായിട്ട്, കുഞ്ഞുങ്ങൾ അറിയാണ്ട് കുഞ്ഞുങ്ങൾ ഫീഡ് എടുക്കുന്നത് ഓവറായിട്ട് പോകുന്നതാണ് നമ്മൾ ഓവർ ഫീഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഓവർ ഫീഡ് ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഗ്യാസ് തട്ടാൻ എടുക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ആ പാലിൻ്റെ രൂപത്തിൽ തന്നെ, ദഹിക്കാണ്ട് പാലിൻ്റെ രൂപത്തിൽ തന്നെ അത് വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത കാണിക്കും, ഗ്യാസ് പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവർ ഫീഡായി അങ്ങനെ വോമിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആസ്പിറേറ്റ് ആവാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഉറങ്ങാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വയറ്റിൽ ഗ്യാസ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത്. സോ ഗ്യാസ് തട്ടിയാലും പോകാനുള്ള ചാൻസസ് വളരെയധികം കുറവ് തന്നെയായിരിക്കും. മാത്രമല്ല നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഓവർ ഫീഡ്, അതായത് അമ്മയ്ക്കുള്ള പാല് കുറേ ഫ്ലോ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ഫ്ലോയിലോട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാർ ആദ്യം കുറച്ചൊന്ന് എക്സ്പ്രസ് ചെയ്ത് വെക്കുക, അതായത് കുറച്ചൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം കുഞ്ഞിനെ കൊണ്ട് സഖ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓവർഫ്ലോ ആയിട്ട് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വിശന്നിരുന്ന് കുടിക്കുമ്പോഴും ആസ്പിറേഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ നമ്മൾ കുറച്ച് എക്സ്പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആസ്പിറേഷനുള്ള ചാൻസസ് വളരെയധികം കുറവായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള പാല് കിട്ടാനുമുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും കുഞ്ഞുങ്ങളിൽ മാറി കാണുന്നതായിട്ട് നമുക്ക് കണ്ടുവരാം. ന്യൂബോൺസ് ഉള്ള വീടുകളിൽ പ്രത്യേകം അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്